ഓർമ്മയുണ്ടോ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ? ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ കേസിൽ അത്തരത്തിൽ, അത് ജസ്റ്റിസ് ഭൂഷൻ്റെ വിധിന്യായത്തിലും പറഞ്ഞിട്ടുണ്ട്, അതിൽ കക്ഷി ചേർന്നത് ₹1 പോലും കൈപ്പറ്റിയിട്ടില്ലാത്തതായ രാഷ്ട്രീയ പാർട്ടി CPIMനെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ അഡ്ജൻറ്റായി, ആ തീവണ്ടിയിലെ ഒരു ബോഗിയായി, അതിൻ്റെ പാൻട്രി കാർ പോലെ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതിയിൽ വന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പച്ചക്കള്ളമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത് എന്താണ്? അഫിഡാവിറ്റ് എന്തായിരുന്നു അവിടെ കൊടുത്തത്? തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കാര്യങ്ങൾ കൊടുക്കുക, ഇതെല്ലാം നുള്ളിപ്പറക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് സുപ്രീം കോടതി വല്ലാതെ പിടിച്ചങ്ങ് കുടഞ്ഞപ്പോൾ, ചെവിക്ക് പിടിച്ച് കുടഞ്ഞപ്പോഴേ, അത് വേദന അനുഭവിച്ചപ്പോഴേ മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം എത്തി. അങ്ങനെയല്ലേ ഈ ലോകവും രാജ്യവും അറിഞ്ഞത്? ഏതൊക്കെ കോർപ്പറേറ്റുകളാണ് അത്തരത്തിൽ, ഷെൽ കമ്പനികളാണ് ഇത്തരത്തിൽ, ആർക്കൊക്കെയാണ് ഇത് കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച്? ഇതെന്താ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ക്വിൻ്റൽ കണക്കിന് പേപ്പറുകളായി കൊടുക്കാം എന്നുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ നൽകാം എന്നുള്ളതല്ലേ?